So welcome back to the last chapter. ഏതാണ് സ്കിൽസ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ ചൈൽഡ് റൈറ്റിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. ഇതോടുകൂടി നമ്മുടെ ഈ പേപ്പർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതിൽ 4th ചാപ്റ്റർ ഒക്കെ കുറച്ച് നല്ല സിമ്പിൾ ആയിരുന്നു. 5th ചാപ്റ്ററും നമുക്ക് ടോപ്പിക്സ് ഹെഡിങ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് 5th ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മുടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കി നോക്കാം. ഫസ്റ്റ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ വൾണറബിൾ. അതായത് വീക്ക് ആയിട്ടുള്ള ചിൽഡ്രനെ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങളൊരു ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ഒരു കുട്ടി ഉണ്ട് എന്നാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഫസ്റ്റ് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഒരു കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെന്റ് ആവുകയാണെന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പൊ ഇതിലുള്ള കാര്യങ്ങളല്ലാട്ടോ പറയണത്, നമ്മൾ ജനറൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ. കുറേ ദിവസം ഒരു കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ പാരന്റിനോട്, എന്താ ലീവ് എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പാരന്റ് വഴി അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട്സ് വഴി എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നല്ലപോലെ പഠിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മാർക്ക് കുറയുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയോട് ചോദിക്കില്ലേ. അതേപോലെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന കുട്ടികള് അങ്ങനെ ഡള്ളായിട്ടൊക്കെ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ കണ്ടുപിടിക്കാം, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, സോ ഐഡന്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ വൾണറബിൾ. എങ്ങനെയാണ് ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക, വീക്ക് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ വൾണറബിൾ സിറ്റുവേഷൻസ് ഇസ് എസെൻഷ്യൽ ഫോർ ദെയർ വെൽബീയിങ് ആൻഡ് സപ്പോർട്ട്. എഡ്യൂക്കേറ്റേഴ്സ്, കെയർ ഗിവേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ recognizing signs of vulnerability. Indicators of vulnerability include irregular attendance, sudden behavioral changes, academic struggle, and physical signs of neglect. Schools and social services often collaborate to implement screening mechanisms and training programs. Early identification enables timely intervention, providing necessary support system and resources. A proactive and vigilant approach is vital to creating a safe and supportive environment for every child. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഇനി ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പൊ കുട്ടിയുടെ കയ്യിൽ അടിച്ച പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി എന്തെങ്കിലും മുറി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ അതും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആസ് എ ടീച്ചർ നമ്മളാണ് ഈ കാര്യങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളല്ലേ. സ്കൂളിലാണ് കുട്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളായിട്ട് മുന്നോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കുട്ടികളെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ്? ഒന്ന്, ഡാറ്റ ഡ്രിവൺ ഐഡന്റിഫിക്കേഷൻ. ഓൾറെഡി നമ്മുടെ കഴിഞ്ഞപ്പോ 6th ഒരു കുട്ടി 7th എത്തുകയാണെന്നുണ്ടെങ്കിൽ 6th ഡാറ്റാസ്, അതായത് ഓൾറെഡി ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡാറ്റ റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, കുട്ടികൾ അതായത് ഫ്രണ്ട്സ് വഴി, അതേപോലെ തന്നെ നമ്മുടെ ഒപ്പമുള്ള ടീച്ചേഴ്സ് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ സെൽഫ് ഐഡന്റിഫിക്കേഷൻ, ക്ലാസ്സിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഒബ്സർവേഷൻ വെച്ചിട്ട് സ്വയം നമുക്ക് കണ്ടുപിടിക്കാവുന്നതും. അപ്പൊ ഒന്ന് നമുക്ക് ഡാറ്റ റെക്കോർഡ്സ് വഴി, ഇപ്പൊ കുട്ടി അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്, അപ്പൊ നമുക്കറിയാം അഡ്മിഷന് വരുന്ന സമയത്ത് സിംഗിൾ പേരന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ട്രോമാസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ചിലപ്പോൾ കൂടുതലാണ്, കുട്ടി അത്യാവശ്യം വലിയ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പമുള്ള ടീച്ചേഴ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് സ്വയം ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഐഡന്റിഫൈയിങ് ആൻഡ് റെക്കഗ്നൈസിംഗ് ദ വാർണിംഗ് സൈൻസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട്. എന്താണ് നോക്കിക്കേ, child abuse and neglect can manifest through unexplained injury, behavioral changes, fear of certain individuals, or difficulty trusting others. മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, നമ്മുടെ ഈ കുട്ടികളുടെ ഇടയിലുള്ള കുട്ടികളുടെ ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലെക്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്നാ പറയുന്നത്. മെയിൻ ആയിട്ട് എന്താണ്, കുട്ടിയുടെ അടുത്ത് കയ്യിൽ എങ്ങനെ മുറിയായി എന്ന് വെച്ചാൽ കുട്ടി കിടന്ന് പരിങ്ങാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും കള്ളം പറയുകയാണോ നമുക്കറിയാലോ കള്ളാണോ അല്ലേ എന്നുള്ളത് കുട്ടിയുടെ ആ ഒരു പെട്ടെന്നുള്ള റിപ്ലൈ കാരണം നമുക്ക് അറിയാൻ പറ്റും.
അങ്ങനെ എന്തെങ്കിലും കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ പെട്ടെന്നുള്ള ബിഹേവിയറൽ ചേഞ്ചസ്, അതുപോലെ ചില ആൾക്കാരെ വരുമ്പോഴുള്ള പേടി, അതേപോലെ തന്നെ ആരെയും വിശ്വസിക്കാതെ അങ്ങനത്തെ ഒരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു അബ്യൂസ് ഓർ നെഗ്ലക്ട് ഇൻക്ലൂഡ് സ്ട്രെസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആൻഡ് ഫാമിലി ഹിസ്റ്ററി ഓഫ് അബ്യൂസ്. എന്താണ് ഇങ്ങനെയുള്ള ഒരു അബ്യൂസ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാര്യം, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാ? സ്ട്രെസ് ഉണ്ടാവാം, കുട്ടിയുടെ സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടിക്ക് മെന്റലി വല്ല ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാടായിരിക്കും. Recognizing these warning signs is crucial for early intervention and providing necessary support. Child abuse can take various forms such as physical abuse, emotional abuse, sexual abuse, and neglect. Identifying warning signs helps professionals, caregivers, and community members to take appropriate action. Early identification and addressing contributing factors are vital for preventing harm and protecting children. ഇപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ആ കുട്ടിക്കുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിയുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഓക്കെ ആക്കാൻ നമുക്ക് പറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോമൺ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഓരോ ടൈപ്പുള്ള അബ്യൂസും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാ പറയുന്നത് കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഇത് എസ്സി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, എങ്ങനെയാണ് ഫിസിക്കൽ അബ്യൂസ് വാർണിംഗ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി ഫിസിക്കലി അബ്യൂസ്ഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? അതിന്റെ സൈൻസ് എന്തൊക്കെയാ? അൺഎക്സ്പ്ലെയിൻഡ് ബ്രൂയിസസ്, അതേപോലെ തന്നെ വെൽസ് ഓർ ഇഞ്ചുറീസ് ഓൺ ദ ചൈൽഡ്സ് ബോഡി, ഫ്രീക്വന്റ് ഇഞ്ചുറീസ്, എവിഡൻസ് ഓഫ് റിപ്പീറ്റഡ് പാറ്റേൺസ് ഓഫ് ഹാം ഓർ വയലൻസ്. എന്താണ് ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ്? മുറി, അടിക്കുക, പൊള്ളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ കുട്ടി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടിയുടെ മേത്ത് എപ്പോഴും ഇങ്ങനെ മുറി, അതേപോലെ തന്നെ ഉണങ്ങാത്ത മുറിയൊക്കെ ഉണ്ട്, എന്നും ബെൽറ്റ് കൊണ്ട് അടിച്ച പാട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, പൊള്ളല് പോലെ, അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. Then അതിന്റെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്താ പറയുന്നത്? ഹൈ ലെവൽസ് ഓഫ് സ്ട്രെസ് ഓർ ഫ്രസ്ട്രേഷൻ ഇൻ കെയർ ഗിവേഴ്സ്, ഹിസ്റ്ററി ഓഫ് വയലൻസ് ഓർ അബ്യൂസ് വിത്തിൻ ദ ഫാമിലി, ലാക്ക് ഓഫ് എഫക്റ്റീവ് കോപ്പിംഗ് മെക്കാനിസംസ്. അപ്പൊ ഇതിന്റെ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയുടെ മേത്ത് മുറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി എന്താണ് പാരന്റ്സിന്റെ ആ സ്ട്രെസ് ആയിട്ട് കുട്ടികളുടെ മേത്ത് തീർക്കുന്നതാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവാം, പിന്നെ അതേപോലെ തന്നെ കോപ്പിംഗ് മെക്കാനിസംസ് എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഫിസിക്കൽ അബ്യൂസിന്റെ വാണിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് മുറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ഇമോഷണൽ അബ്യൂസ് എങ്ങനെയാണ്? വാർണിംഗ് സൈൻസ് എന്തൊക്കെയാ നോക്കാം. വിഡ്രോൺ ബിഹേവിയർ, ഡിപ്രഷൻ, എക്സ്ട്രീം ആൻസൈറ്റി, ലോ സെൽഫ് എസ്റ്റീം, സെൽഫ് ഹാർമിംഗ് ടെൻഡൻസീസ്, സൂയിസൈഡൽ തോട്ട്സ്, കോൺസ്റ്റന്റ് ക്രിറ്റിസിസം, ഹ്യൂമിലിയേഷൻ, ഡിഗ്രഡേഷൻ ബൈ കെയർ ഗിവേഴ്സ്. അപ്പൊ എന്താണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ? എന്താ മെയിൻ ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന കുട്ടി ഇങ്ങനെ ഒന്നിക്കും ഇടപെടാതെ ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ആരോടും മിണ്ടാതിരിക്കുക, അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ലോസ് ആവുക, പിന്നെ നമ്മുടെ സ്വയം ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ കാണിക്കുക, അതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ എന്താണ്? ഇമോഷണൽ അബ്യൂസിന്റെ സൈൻസ് ആണ്. നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കേണ്ട, ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി സൈലന്റ് ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തോ പ്രശ്നം ആ കുട്ടിക്കുണ്ട്. ഓക്കെ, ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇൻ കെയർ ഗിവേഴ്സ്, അതേപോലെ തന്നെ പുവർ ഇമോഷണൽ റെഗുലേഷൻ വിത്തിൻ ദ ഫാമിലി തന്നെ ഒക്കെ മെയിൻ ആയിട്ട് ഇത് ഇവിടുന്ന ഫാമിലീസ് എന്നാണ് ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തെ നമ്മുടെ സെക്ഷൽ അബ്യൂസ്. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? എങ്ങനെയാ? സൈൻസ് ഓഫ് ഫിസിക്കൽ ട്രോമ ഇൻ ദ ജെനിറ്റൽ ഓർ ഏനൽ ഏരിയാസ്. ഇത് നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ആസ് എ പാരന്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇപ്പൊ ജെനിറ്റൽ ഏരിയാസ്, അതേപോലെ തന്നെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഉണ്ടാവുന്ന ഫിസിക്കൽ എന്തെങ്കിലും മുറിവ് അല്ലെങ്കിൽ വേദന കാര്യങ്ങളൊക്കെ കുട്ടി പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നോളേജ് ഓർ ഡിസ്പ്ലേ ഓഫ് സെക്ഷൽ ആക്ട്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ ദ ചൈൽഡ്സ് ഏജ്. ഈ ചെറിയ കുട്ടികളിലൊക്കെ എന്താണ് ഇപ്പൊ നമ്മുടെ ഇങ്ങനെ സെക്ഷൽ ആക്ടുകൾ എന്തെങ്കിലും, അതായത് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ സെക്ഷൽ ടോക്സ് വരിക, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് കുട്ടിയുടെ ഏജിനനുസരിച്ച് എല്ലാ ആ കുട്ടി കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം.
ഓക്കെ, സഡൻ ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഫിയർ ഓഫ് സ്പെസിഫിക് പീപ്പിൾ ഓർ പ്ലേസസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ആരെങ്കിലും കാണുമ്പോൾ കുട്ടി ഇങ്ങനെ പുറകിലേക്ക് മാറി നിൽക്കുക, പേടിച്ച് നിൽക്കുക, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്താണ്? പ്രസൻസ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് എ ഹിസ്റ്ററി ഓഫ് സെക്ഷൽ ഒഫൻസസ്. ഓൾറെഡി സെക്ഷൽ ഒഫൻസസിലൊക്കെ പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ അബൌട്ട് അപ്രോപ്രിയേറ്റ് ബൗണ്ടറീസ്. അതായത് ഇപ്പൊ കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ടതാണ്, ചെറിയൊരു കുട്ടി അംഗനവാടി പോകുന്ന കുട്ടീനെ അമ്മ പുഴയിൽ എന്തോ പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ചെറിയച്ഛൻ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കുട്ടികൾക്ക് അറിയില്ല അവര് എങ്ങനെ. അപ്പൊ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പ്രോപ്പർ ബൗണ്ടറി എന്താണ് എന്നുള്ളത്. പിന്നെ ഫാമിലി ഡിസ്ഫങ്ഷൻ ഓർ ഇനാഡിക്വേറ്റ് സൂപ്പർവിഷൻ. അതായത് ഇപ്പൊ പാരന്റ്സ് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഫാമിലിയിലെ തന്നെ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ ഒരു റീസൺ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ദെൻ നെഗ്ലക്റ്റിന്റെ സയൻസ് എന്താ നോക്കി നോക്കാം. പുവർ പേഴ്സണൽ ഹൈജീൻ, മാൾ ന്യൂട്രീഷൻ ഓർ കൺസിസ്റ്റന്റ്ലി ഡേർട്ടി ക്ലോത്തിങ്. അതായത് വീട്ടിൽ കുട്ടീനെ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് നമ്മൾ അയൺ ചെയ്യാത്ത അല്ലെങ്കിൽ വാഷ് ചെയ്യാത്ത ക്ലോത്ത്സ് ഇട്ട് വരിക, കുട്ടീനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ പോഷകാഹാരക്കുറവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ. പിന്നെ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ കെയർ ഓർ അൺട്രീറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പൊ കുട്ടി ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വന്നിട്ട് കുട്ടി എന്നും തലകറങ്ങി വീഴുണ്ട്, ഇത് സ്ഥിരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നാണല്ലോ. അതേപോലെ എന്തെങ്കിലും ഇപ്പൊ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ പാരന്റ്സ് അതിനെ ഒന്നും എന്താ പറയാ, അത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അത് മേ ബി നെഗ്ലക്ട് ആവാം. ഇൻഅഡ്വക്കേറ്റ് സൂപ്പർവിഷൻ ഓർ എക്സ്പോഷർ ടു ഡേഞ്ചറസ് എൻവിറോൺമെന്റ്സ്. കുട്ടി എവിടെ പോയാലും പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ല, പോയാ പൊക്കോട്ടെ എന്നുള്ള ഒരു ലെവൽ. ഇപ്പൊ ഒരു കടലിലേക്ക് കളിക്കാൻ ഇറങ്ങി, ഇത് നമ്മള് ആസ് എ ടീച്ചർ നമുക്കത് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആസ് എ പാരന്റ് നമ്മൾ വേറെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ ഒരു സൂപ്പർവിഷനും ഇല്ലാതെ എങ്ങോട്ടെങ്കിലും ഇപ്പോൾ കടലിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ കളിക്കുകയാണെങ്കിൽ അങ്ങനെ വിടുക, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നെഗ്ലക്റ്റിന്റെ റീസൺസ് ആവാം. ഫാക്ടേഴ്സ് എന്താണ്? സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂസ് വിതിൻ ദ ഫാമിലി, പോവേർട്ടി, എക്കണോമിക് ഹാർഡ്ഷിപ്പ്, ലാക്ക് ഓഫ് പാരന്റ് നോളജ്. ഇതൊക്കെ തന്നെ എന്താണ്, എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് ഒക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരിക്കാം. പിന്നെ പോവേർട്ടി, അതേപോലെ തന്നെ പ്രോപ്പർ പാരന്റിങ് നോളജ് ഇല്ലാത്തതും ഇതിന്റെ ഒരു റീസൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അതായത് എന്താ ഇപ്പൊ നമ്മൾ നോക്കിയത്, മെയിൻ ആയിട്ട് എന്താണ്, എങ്ങനെയാണ് ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അത് ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ അതിന്റെ സൈൻസ് എന്താണ്, ഓരോ ഫിസിക്കൽ അബ്യൂസിന്റെ സൈൻ എന്താണ്, ഫാക്ടർ എന്താണ്, ഇമോഷണലിന്റെ സൈൻ എന്താണ്, ഫാക്ടർ എന്താണ്, സെക്ഷൽ അബ്യൂസും ഫൈനലി നെഗ്ലക്റ്റും ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.